ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നവംബർ 20 തൊട്ട് നവംബർ 27 വരെയുള്ള ഈ ഒരു ആഴ്ച നമ്മൾ സൗഹൃദ വാരമായിട്ട് ആഘോഷിക്കുകയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ വന്ന വീഡിയോസ് എല്ലാം കണ്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. അതിലെല്ലാം പരാമർശിക്കുന്ന ഒരു വാക്കാണ് ലൈഫ് സ്കിൽ അഥവാ ജീവിത നൈപുണി. എന്താണ് ഈ ലൈഫ് സ്കിൽ അല്ലെങ്കിൽ ജീവിത നൈപുണി എന്ന് പറഞ്ഞാൽ, നമ്മെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം കഴിവുകളെയാണ് നമ്മൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത്. സന്തോഷമായി സംതൃപ്തമായി വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നമ്മെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരു കൂട്ടം കഴിവുകളെയാണ് നമ്മൾ ലൈഫ് സ്കില്ലുകൾ അല്ലെങ്കിൽ ജീവിത നൈപുണികൾ എന്ന് പറയുന്നത്. നമ്മെ ജീവിക്കാൻ സഹായിക്കുന്ന ഒരുപാട് കഴിവുകൾ, എണ്ണമറ്റ കഴിവുകൾ ഉണ്ടെങ്കിലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള 10 പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലുകൾ ഉണ്ട്. ക്രിയേറ്റിവിറ്റി, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ഇൻ്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, സെൽഫ് അവെയർനെസ്, എംപതി, അസർട്ടീവ്നെസ്, കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ് എന്നിവയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള 10 പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലുകൾ. ഈ ജീവിത നൈപുണികളെല്ലാം നമ്മൾ ജീവിതത്തിൽ നിന്ന്, അനുഭവങ്ങളിൽ നിന്ന് ആർജിക്കേണ്ട നൈപുണികളാണ്. എന്നിരുന്നാലും സങ്കീർണമായിട്ടുള്ള ഈ സമൂഹത്തിൽ അത് പ്രത്യേകമായി ആർജിക്കേണ്ട ഒരു ആവശ്യകത ഉയർന്നു വന്നിരിക്കുകയാണ്. അത് ആർജിക്കേണ്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രായം എന്ന് പറയുന്നത് നമ്മുടെ കൗമാരപ്രായമാണ്. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, കൗമാരപ്രായത്തിലാണ് കുട്ടികൾ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും പുറം ലോകവുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നതും. ഈ ഒരു കാലഘട്ടത്തിലാണ് പുതിയ അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നതും പുതിയ പരീക്ഷണങ്ങളിൽ കുട്ടികൾ ഏർപ്പെടുന്നതും. ഏറ്റവും സാധ്യതകൾ ഉള്ള ഒരു പ്രായമാണെങ്കിലും ഏറ്റവും അപകടം നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് കൗമാരപ്രായത്തിലാണ് ജീവിത നൈപുണികൾ ആർജിക്കേണ്ട ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലം എന്ന് പറയുന്നത്. ഇനി ഈ ജീവിത നൈപുണികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് മനസ്സിലാക്കാം. സെൽഫ് അവെയർനെസ് എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ മനസ്സിലാക്കുവാനും നമ്മുടെ സ്വഭാവം, നമ്മുടെ കഴിവുകൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവിനെയാണ് സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എംപതി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സാഹചര്യത്തിൽ നിന്ന് ചിന്തിക്കുവാനും അവരെ മനസ്സിലാക്കുവാനും ഉള്ള ഒരു കഴിവിനെയാണ് എംപതി എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ സമൂഹത്തിൽ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആളുകളെ മനസ്സിലാക്കുവാനും അവരെ സ്നേഹിക്കാനും അംഗീകരിക്കുവാനും നമ്മളെ സഹായിക്കുന്ന ഒരു കഴിവാണ് എംപതി. ഈ സമൂഹത്തിൽ ജീവിക്കാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സ്കില്ലാണ് എംപതി. ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, നമ്മുടെ കുടുംബത്തിൽ ഉള്ള ആളുകളുമായും സമൂഹത്തിലുള്ള മറ്റുള്ള മനുഷ്യരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സ്കില്ലാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽ. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങളെയും നമ്മുടെ ചിന്തകളെയും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരിൽ എത്തിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. വാക്കുകളിലൂടെയും അല്ലാതെയും നമ്മളെ തന്നെ പ്രകടിപ്പിക്കാനുള്ള ഒരു കഴിവിനെയാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്. അഞ്ചാമത്തേത് ക്രിട്ടിക്കൽ തിങ്കിങ്. നമ്മുടെ മുന്നിലുള്ള അറിവുകളെ, അനുഭവങ്ങളെ എല്ലാം ഒബ്ജക്റ്റീവായിട്ട് വിശകലനം ചെയ്യുവാനുള്ള ഒരു കഴിവ്. ക്രിയേറ്റീവ് തിങ്കിങ്, നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ, പുതിയ രീതിയിൽ കാണുവാനുള്ള കഴിവ്. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള ഒരു കഴിവിനെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. തീരുമാനങ്ങൾ കൈക്കൊണ്ടാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തായിരിക്കും, അതിൻ്റെ ഔട്ട്കംസ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവ്. പ്രോബ്ലം സോൾവിങ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നല്ല രീതിയിൽ പരിഹരിക്കാൻ
നമുക്ക് പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് അത് പരിഹരിക്കുവാനുള്ള കഴിവിനെയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറയുന്നത്. കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ആൻഡ് ഇമോഷൻസ്. നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന സംഘർഷങ്ങളെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനും മറികടക്കുവാനുമുള്ള കഴിവ്. കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. നമ്മുടെ ഉള്ളിലുള്ള വികാരങ്ങളെ മനസ്സിലാക്കുവാനും ആവശ്യമില്ലാത്ത വികാരങ്ങൾ ഇല്ലാതാക്കാനും ഉള്ള ഒരു കഴിവിനെയാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. ഈ ജീവിത നൈപുണികളെ ഒക്കെ ആർജിച്ചു കഴിഞ്ഞാൽ, സ്വായത്തമാക്കി കഴിഞ്ഞാൽ, ഏറ്റവും വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് മാറ്റങ്ങൾക്കനുസരിച്ച് മാറുവാനും സദാ പോസിറ്റീവായിട്ടുള്ള പ്രസന്നമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുവാനും നമുക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.